ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ സന്ധ്യ മയക്കത്തിലാണ് ഒരു 2 വല കൊണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ഡിസ്കോ വലയും ഒന്ന് നമ്മുടെ 110-ൻ്റെ വലയിട്ട്. നമ്മൾ ഇവിടെ പെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. പെട്ടി എടുത്തിട്ടില്ല, എന്നാലും സൈഡിൽ കൂടെ ഒഴുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ മഴ പെയ്യുന്ന പ്രതീക്ഷിച്ച രാത്രി മഴ പെയ്ത വാള കിട്ടുമായിരുന്നു. പക്ഷേ മഴ പെയ്തിട്ടില്ല. നമ്മളെ വല പിടിക്കാൻ വന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റാം. ഇവിടെ പകല് മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലോ. നമ്മുടെ പോലെയാണോ? അത് മറ്റേ പാരലായിരിക്കും. പാരലല്ല, കോലയാ പറയുന്നത്. ഈ വല കോലയാണ്. വലിയ കോലയാണെങ്കിൽ വലിയ കോല വലയല്ല, പക്ഷേ കോല. അയ്യോ, നമ്മുടെ അവിടെ എന്താ മീൻ കിടപ്പുണ്ട്? കല്ലട മുട്ടിയ. ഇന്നലെ രാവിലെ ആലിഞ്ചോട്ടി വന്നിട്ട് തിരിച്ച് വണ്ടി സാധനം മേടിക്കാൻ തട്ടാശ്ശേരിക്ക് പോയി. അവിടെ മഴവെള്ളം ഒലിച്ചു വരുന്നതിൻ്റെ അകത്ത് ചെമ്പല്ലി ചടച്ചടച്ച് കയറി വരുന്നു. എന്നിട്ടോ 2 പേര് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് മീനും എടുക്കുന്നുണ്ട് വലയിൽ. അവരെന്നെ നോക്കുന്ന പോലും ഇല്ല. വല കിടക്കുന്ന മീൻ എടുക്കുമോ? അതിങ്ങോട്ടുണ്ടോ? അവിടെ പിടിക്കണം. ഇവിടാണോ വലിക്കുന്നത്? ചെമ്പല്ലിയാ ഊരുന്നുണ്ടോ? ഇങ്ങോട്ടിട്ടോ കാര്യം. ഈ സൈസ് കിട്ടുള്ളല്ലേ? ഈ സൈസ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. തെറിപ്പിച്ച് പുറത്തോട്ട് കളയില്ലേ? ഇപ്പുറത്ത് വലിക്കാൻ പറഞ്ഞു. കയറ് ആ കയറല്ല മാറ്റിക്കേ. അതിനാണ് കയറി വരുന്നത്. ഉണ്ടോ? ആണ് ജീവനോടുകൂടി കിടക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, പലരും ചോദിക്കാറുണ്ട് ഈ വല പൊട്ടിക്കാതെടുക്കാൻ പറ്റത്തില്ല. അതിന് പാടാണ്. കാരണം ഇത് പുറം വലയിൽ നിന്ന് അകം വലയിലേക്ക് മീൻ കയറി കിടക്കുന്നതാണ്. പൊട്ടിക്കാതെടുക്കാൻ പാടാണ്. നല്ലൊരു ഊരിടണോടാ? വേണ്ടല്ലോ. വേണ്ട, അത് ഞാത്തിട്ട് അപ്പുറത്തോട്ട് ഇട്ടോ. അപ്പുറത്തിട്ട് അപ്പുറം വല വലിക്കണ്ടുള്ള ആണോ? എന്നാ നിൽക്കി എന്നെ കുളിപ്പിക്കും. ഇപ്പുറത്തോട്ട് ഇട്ടോ. അല്ല, ഇപ്പുറത്തിട്ടോ, ഞാത്തിട്ടോ. നിന്റെ മേല് കുളിപ്പിക്കും. അത് കുഴപ്പമില്ല. ഓ, നീ പറഞ്ഞിട്ട്. സുഹൃത്തുക്കൾ, നമുക്കൊരു വാള കിട്ടിയിട്ടുണ്ട്. മഴ പെയ്തിരുന്നെങ്കിൽ വാള ഇനിയും കിട്ടിയാൽ അല്ലേ? സൗണ്ട് കേൾക്കുന്ന കൂട്ടുകാരും ചേട്ടന്മാർ അവരുടെ ആയുധം മിനുക്കിലാണ്. അവരുടെ ആയുധം സൈഡിൽ കൂടെ പോയാൽ മതി. നല്ല മൂർച്ച. ഇവിടെ കൂടും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അവർ കറിക്കുള്ള മീനും ആകും. രാവിലത്തെ അവരുടെ പണിയും നടക്കും. അത് ഇട്ടോ, ഇപ്പുറത്തോട്ട് ഇട്ടോ. എന്തായാലും അതെല്ലാം ചിലപ്പോൾ കയറി ഉടക്കും. ആണോ? പക്ഷേ മപ്പാസ് വെക്കാം. തേങ്ങ അരച്ച് മപ്പാസ് വെക്കാം. അത് തന്നെ. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കട്ട് കൃത്യമായിട്ട് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിക്കും. പൊട്ടാതെ എടുത്തതാണ്. പകലുടക്കാണ്. പകലുടക്കിയാൽ അതായത് തീർന്നു.
വലുതായിട്ട് ഒന്ന് ഉടക്കിയാൽ പോരായിരുന്നു. അതെ. ഇത് ഫോറിൻ വരല്ല, ഒരെണ്ണം ഫോറിൻ വരല്ല. കുറുവ. ഇടതുവശത്താ പോയി വെള്ളം. പോയാണോ? നല്ല സൈസുണ്ട്. കുറുവനുണ്ടോ? ആണോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഡിസ്കോയിൽ നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 4-5 വരാൽ കിട്ടി, ഒരു വാള കിട്ടി, കുറച്ച് കുറുവ കിട്ടി, കുറച്ച് തൂളി കിട്ടി, ഒരു 5-8 കല്ലടമുട്ടി കിട്ടി. 5-8 4-5 കല്ലടമുട്ടി കിട്ടി. അപ്പം ഇത്തരം മീനുകൾ അടുത്ത വല കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് 110 വലിയ വലയാണ്. അതിൽ വാള മുതൽ മേളിലോട്ട് ഉള്ള മീനെ കിട്ടാൻ സാധ്യത. മുഴുത്ത കരിമീൻ, 1 കിലോ സൈസ് കരിമീൻ, വാള 1 കിലോ സൈസ് നമ്മുടെ എന്നാ പറയുന്നത് സിലോപ്പി, ഇത്തരം മീനുകളാണ് കിട്ടാൻ സാധിക്കുക. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കത് വലിക്കാം. കുറേ സുഹൃത്തുക്കൾ, നമ്മൾ രണ്ടാമത്തെ വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇട്ട് കാണാൻ വലിയ മീൻ മാത്രമാണ്, വലിയ ഒന്ന് കാണാം. കനമുണ്ടോ? അമ്പോ കിടക്കുന്ന സാധനം. പയ്യ ഊരിയാൽ മതി. മറ്റേ വിലാണ് നല്ല പൊട്ടിക്കുന്നത്. കറി കുശാല തകർക്കുള്ളൂ. അമ്മയോട് പറയണം, കുറേ നാളായി കേൾക്കാൻ പറയാം.
പണി നടന്നു. 2 കിലോ ഉണ്ട്. അതിൽ വലുതോട്ടൊന്നുമില്ല. എല്ലാവരും പറയുന്ന കണക്ക് 4-5 കിലോ ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ല, ഉള്ളതേ പറയത്തുള്ളൂ. മേടിക്കണം. 23. സ്കൂള് തുറക്കുന്നതിനെ കുറിച്ച് കൺഫർമേഷൻ ഒന്നും വന്നില്ലല്ലോ. തിങ്കളാഴ്ചയാണോ? അല്ലല്ലോ. അങ്ങനെയാണോ കിടക്കുന്നത്? ഇട്ടേക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഈ വലയിൽ നമുക്കൊരു ചേറുമീനും ഒരു ആറ്റുവാളയാണ് കിട്ടിയിട്ടുള്ളത്. വല കുറച്ചുകൂടെ വലിച്ചു തീരാനുണ്ട്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വല വലിച്ച് ഇപ്പോൾ വെള്ളത്തിൽ വന്നല്ലേ, വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വല കിട്ടിയത് ഒരു വാളയും ഒരു ചെറുമീനാണ്. മീൻ മൊത്തം നമുക്ക് വീട്ടിൽ ചെന്ന് കാണിക്കാം. ആദ്യം കിട്ടിയ ചെറുമീൻ വലയെ തന്നെ കിടക്കുക, ഊരിയിട്ടില്ല. അപ്പോൾ നമ്മളത് വീട്ടിൽ ചെന്നിട്ട് ആദ്യം കിട്ടിയ വാള. അത് തന്നെ കിട്ടിയ വാള. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീട്ടിലോട്ട് പോകാം കേട്ടോ. മലക്കകത്തോടെ ഇറങ്ങിപ്പോകുന്നതാണ് ടാസ്ക്. ഏതായാലും നമ്മൾ മട കവർ ചെയ്ത് പോകണം. മട ചെയ്ത് കവർ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഏതായാലും ഇറങ്ങണം. അങ്ങനെയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറി ഇറങ്ങണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആ മീനെ മൂരിയെടുക്കാം. ജീവനുണ്ട് കേട്ടോ, ഏറെത്തൊരു തുപ്പ് കേട്ടോ. എടുത്തിട്ട് ഈ വലയുടെ അടിഭാഗത്തോട്ട് കയറ്റി വെച്ചാൽ മതിയല്ലോ അല്ലേ? അത് കടിച്ചു പിടിച്ചേക്കുക. പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ. ഇതിൻ്റെ പെടൽ ഓടിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിടിച്ച് ഓടിച്ചേനെ. കണ്ടതേ അടിയിലോട്ട് കയറ്റിയിടാം അല്ലേ? ചാക്കിനടിയിലെ കയറ്റാവളെ? ചാക്കിനടിയിലെ കയറ്റത്തുള്ളൂ. ഈ വാള പിന്നെ ചത്തായതുകൊണ്ടാണ് പ്രശ്നമില്ല. കളിച്ച വെള്ളം തെറ്റിയത് തലയടിയിലോട്ട് കയറ്റിയില്ല. പോ ഇറക്കട്ടെ. ഇച്ചിരി പുറത്തോട്ട് പക്കം മാറിയല്ലേ? പകലേറ്റമായി അല്ലേ? അത് കുറുവ, തൂളി,
ചെറുമീൻ. ഇവിടെ ഇറങ്ങി നിൽക്കാതെ. ആണ്ടാണ് അതിൻ്റെ അകത്ത് ചെമ്പിൽ കിടക്കണം. ചെമ്പിൽ വെള്ളത്തിലിടാൻ പറ്റും. ഇത് 4-നാണല്ലോ. കളർ കണ്ടോ, അനബാസ് സൈഡ്. ഇനി അപ്പുറ സൈഡിൽ അവിടെയാണ് പാള, വരാൽ. വരാൽ 1, 2, 3, 4, 5. ഒരു ചേർമീൻ തന്നെ, ഒരു വാള ചത്തത്, ഒരു വാള. അവിടെ ഇപ്പോൾ കടിച്ചു കിടക്കുവാ. അതുകൊണ്ട് തിന്നും തോന്നുന്നു കേട്ടോ. അത് ഇല്ല, ജീവനുള്ളത് നമുക്ക് വെള്ളത്തിടാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. കണ്ടോ, ഒട്ടും മോശമല്ല. നല്ല കറിക്കുള്ള വരാൽ, അടിപൊളി ഒരു വാള ജീവനുള്ളത്. ഇത് ചത്തുപോയി, വറക്കാൻ പറ്റിയ കല്ലട മുട്ടി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോയും പേജും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് കൂടെ അഭ്യർത്ഥിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. 2 ഉണ്ട്.